അല്ലെങ്കിൽ ഇപ്പൊ ഞമ്മളെ സ്റ്റാറ്റസ് എവിടെ കിടക്കണേ, ഓല് സ്റ്റാറ്റസ് എവിടെ കിടക്കണേ. പറ്റാളതൊക്കെ പറ്റിപ്പോയി മളെ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഓനിപ്പ ആ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് കയറ്റാറുണ്ട്. അപ്പൊ നാട്ടുകാര് പറയില്ലേ വിചാരിച്ചോണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് കയറ്റിയത്. അല്ലെങ്കിൽ ഈ പെരന്റെ പടി ഒളി ചോക്കൂലേ. പഠിച്ചേ ആ നെടുമ്പരി കിടക്കുന്ന ടീമാണ് ആ കോളനിയില്. എനിക്കറിയുന്നതല്ലേ. ആണെങ്കിൽ വല്ല +2 വരെ പോയി കാണും. അയലാരെയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഞാനത് ചോദിച്ചിട്ടുമില്ല. ഇതിപ്പച്ചേ പറയാനേ അറിയാനിട്ടല്ല മളെ. ഇതിപ്പേ ഇഞ്ചൊരു ഗതികേടോണ്ട് ഇങ്ങോട്ട് കയറ്റിയതാ. 50 പവനും കാറും വരെ തരാന്ന് പറഞ്ഞ് വന്ന ടീമാണ് ഉണ്ടായി. ഓലൊക്കെ ഒഴിവാക്കിയിട്ടാ പോണി ഈ ഒരു പമ്പർനോട്ടത്തിനെ ഇങ്ങോട്ട് കയറ്റി കൊടുത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ അതെങ്കിലും നന്നായി. ഇതിപ്പോ അതുമില്ല. കോട്ടെ ഏതായാലും ഇപ്പൊ അതിന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ ഇജോട്ട് വെച്ചളാ. ഇതുവരെ പുതിയെണ്ണാന്ന് വെച്ചിട്ടില്ല. അടുക്കളയ്ക്ക് വന്നിട്ടില്ല. മണിയറിനെ ഇറങ്ങിയിട്ടൊന്നല്ല. ഞാനേ അണ്ട് പോയി നോക്കട്ടെ അടുക്കളയ്ക്ക്. ഒരു ഗ്ലാസ് ചായ വെള്ളം ഉണ്ടാക്കി കുടിച്ചട്ടെ. ഇതെന്താ വെച്ചളാ. ആയിക്കോട്ടെ. തലക്കൊരു സമാധാനല്ല ഈ ഫോണോണ്ട്. ഓളും കാലെടുത്ത് വെച്ച അപ്പം മുതൽ തുടങ്ങിയതാ. ഇപ്പോൾ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലല്ലോ. നേരെ 8 മണിയായല്ലോ. ഞാനാണെങ്കിൽ ആ പണിക്കാറ്റിനോട് വരണ്ടാന്നും പറഞ്ഞു. ഇപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയായി. ഇനിയിപ്പോ ഏതായാലും ചായം കടി ഉണ്ടാക്കാൻ നോക്കട്ടെ. നേരെ 8 മണി കഴിഞ്ഞ് ചായ എന്താ തിളക്കണമില്ലല്ലോ. ആ താത്ത, നിങ്ങൾ എന്താ ഈ ഒറ്റക്ക് സംസാരിക്കണത്? ഒന്നുമില്ല. ഇതിങ്ങോട്ട് കേറിപ്പോര്. കേറുന്നില്ല. ഞാൻ പുതിയണ്ണിനൊന്ന് കാണാൻ വേണ്ടി വന്നതേനി. മോള് ഇവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. മോളെ, മോളെ. ആ ഉമ്മ. ആ മോളെ, താത്ത എന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. കൊടുത്ത വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ഞാനിവിടെ ഇട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. ആ ഇഷ്ടായി താത്ത. അതിനിപ്പോ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ എന്തിരിക്കണേ? ഓളാ വീടിനെക്കാട്ടിയും സൗകര്യം ഇവിടെയല്ലേ. ഇത് കണ്ടിട്ടില്ലല്ലോ ഓളാ പെര. ആ കോളനിക്ക് കയറിനോടത്തെ 2ാമത്തെ പെരയാണ്. അല്ല മോളെ ഏതുവരെ പഠിച്ചിക്കണ്? ഞാന് അതിന് അവളെവിടെ പഠിക്കണത്? അവളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. +2 കഴിഞ്ഞതാകും. അല്ലെങ്കിലും പഠിക്കാനുള്ള സാമ്പത്തികമൊന്നും ഓരോ വീട്ടുകാർക്ക് ഇല്ലല്ലോ. മോനെ 50 പവനും കാറും തരാ പറഞ്ഞ് ഓരോ ടീം വന്നേനി. എന്തോന്ന് പറയാന്. എന്റെ മോൻ പറഞ്ഞ് ഇവളെ തന്നെ മതി. ഈ പ്രേമം പറഞ്ഞ സാധനം പിന്നെ കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ. അത് തലക്ക് പിടിച്ചാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇവളെ ഭാഗ്യം ഈ പെരേക്ക് വന്നത്. താത്ത മോളൊന്ന് കാണാൻ വേണ്ടി വന്നത്. ഇനി കല്യാണത്തിന് അന്ന് ശരിക്കും കാണാനൊന്നും കഴിഞ്ഞില്ല. മോളെ ഫ്രീ ആകുമ്പോ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങിട്ടോ. താത്ത പോവാണ്. ആ മോളെ, എനിക്ക് എന്നോട് ഒരു കാര്യം പറയാണ്ടേ. ഈ പോയിട്ട് ഓനോട് നീച്ചിട്ട് ജോലിക്ക് പോകാൻ പറയും. എന്താ ഈ റൂമിൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യം? കല്യാണം കഴിഞ്ഞ് വിചാരിച്ച് ജോലിയും കൂലി ഒഴിവാക്കി വീട്ടിൽ ഉതിർക്കാണോ? ഓനോട് നീച്ചിട്ടേ എന്താ ജോലിക്ക് പോകാൻ എണീക്കാൻ പറയും. പിന്നെ നീ പോയിട്ട് എന്താ മുറ്റൊക്കെ ഒന്ന് തൂത്തുവാരി എന്നിട്ട് അതൊക്കെ അടിച്ചു വാരിയിട്ട് ഒന്ന് വൃത്തിയാക്ക്. എന്നിട്ട് കുറെ പാത്രങ്ങൾ സിങ്കിലും മോറുണ്ട്. അതൊക്കെ മോറിക്കൂടെ. ഞാൻ ഇന്ന് മുതലേ ഇവിടുത്തെ പണിക്കാരത്തിയോട് വരണ്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പണിയെടുക്കാൻ നീയും ഉണ്ടല്ലോ അവിടെ. അപ്പൊ പിന്നെ ഒരാളെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. നീ പോയിട്ട് വേഗം അവനെ വിളിച്ചിട്ട് ഇവിടുത്തെ ജോലികളൊക്കെ ഒന്ന് തീർക്കാൻ നോക്ക് വേഗം. സമയം ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എന്നിട്ട് ഓന് നീച്ചുമ്പോ അതിനെ വല്ല എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്ക്. ഞാൻ അപ്പൊ അതിന് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ആ പിന്നെ മോളെ, തിരുമ്പാനുള്ളതൊക്കെ അപ്പുറത്തെ റൂമിലെ കൊട്ടയിലുണ്ട്. അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് തിരുമ്പോയി. ഇന്നലെ മിഞ്ഞാന്നും നിനക്ക് തിരുമ്പാൻ പറ്റിയില്ല ഇവിടുത്തെ ഓരോ തിരക്ക് കാരണം. പിന്നെ വാഷിംഗ് മെഷീൻ ഇടണ്ട കേട്ടോ. കാരണം എനിക്കതൊന്നും ഉപയോഗിച്ച് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഇനി വെറുതെ അറിയാതെ അത് ഉപയോഗിച്ച് കണ്ട് വല്ല കേടും വന്നാലേ. അതുകൊണ്ട് ഇപ്പൊ അത് അറിയാൻ വയ്യാത്തോണ്ട് അത് ഉപയോഗിക്കാനൊന്നും നിൽക്കണ്ട. നീ പുറത്ത് കല്ലുമ്മ പോയിട്ട് തിരുമ്പ്. നിന്റെ വീട്ടിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉപയോഗിച്ച് പരിചയവും ഇല്ലല്ലോ. അന്നെ ഞാൻ ഇവിടെ 2 ദിവസത്തിന് കൂടുതൽ വായിക്കൂല. ശരിയാക്കി തരാം. അല്ല, എന്റെ മുറ്റടിക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ? വേഗം ഇങ്ങോട്ട് വന്നൂടെ? ഓനതാ ഓഫീസിൽ പോകാൻ ഇറങ്ങണേ. ചായം കടി വേഗം എടുത്തു കൊടുത്തൂടെ? കഴിഞ്ഞുമ്മ, ഇതാ വരുന്നേ. അതെങ്ങനെ? ഈ ജോലിയും കൂലി ഉള്ളവർക്കല്ലേ ഓഫീസിൽ പോണ ടൈമും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അല്ല ഉമ്മ, അവിടെ പണിക്ക് വരുന്ന താത്ത ഇവിടെ ഇന്ന് കണ്ടില്ലല്ലോ. ഈ സമയമാകുമ്പോ അതിന് താത്ത വരേണ്ടതാണല്ലോ. അവളോട് ഞാൻ ഇനി വരണ്ടാന്ന് പറഞ്ഞിക്കണേ.
ഇവിടെ എന്തിനാ ഇനിയിപ്പോ ഒരു ജോലിക്കാരിന്റെ ആവശ്യം? എന്റെ പെണ്ണുങ്ങളില്ല ഇവിടെ. ഓക്കെ, ഏതായാലും ജോലി കൂലിയൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ ഒരു ജോലിക്കാരിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. വെറുതെ 10,000 മാസത്തിൽ എണ്ണി കൊടുക്കണ്ടേ? മോളെ മോളെ ഇതൊന്ന് നോക്കൂ. അതിക്ക് മോളെ സ്കൂളത്തെ ഹെഡ് മാസ്റ്റർ കുറെ നേരമായി വിളിക്കണ്. എന്തൊക്കെയാ ഇംഗ്ലീഷിൽ പറയുന്നത്? എനിക്കാണെങ്കിൽ ഒന്നും പറയുന്നത് മനസ്സിലാവണില്ല. എന്തോ എനിക്ക് ആകെ ടെൻഷൻ ആവണ്. മോളിതൊന്ന് നോക്കൂ, എന്താ പറയുന്നത് എന്ന്. ഇവളല്ല ഇപ്പൊ ഇവിടെ രാവിലെ വന്ന് പോയത്. പിന്നെ ഇപ്പൊ എന്താ അവള് ഇങ്ങോട്ട് തന്നെ രണ്ടാമത്? ഈ നമ്പർക്ക് തന്നെയാ, ഇതിന്റെ നമ്പറിലുണ്ട്, ഇതില് നമ്പർ ഉണ്ട്. ഒന്ന് മോളൊന്ന് നോക്ക്. നിങ്ങൾ ആ ഫോൺ ഇങ്ങോട്ട് തരും താത്താ, ഞാൻ നോക്കാം. ആ ഈ നമ്പർക്ക് തന്നെയാ, ഇതിന്റെ നമ്പറിലുണ്ട്, ഇതില് നമ്പർ ഉണ്ട്. ഒന്ന് മോളൊന്ന് നോക്ക്. ഇതിപ്പോ ഈ പഠിപ്പും വിവരമില്ലാത്ത അവളോട് അത് നോക്കാൻ പറയുന്നത്. ആ നേരം എനിക്ക് വേറെ ആരെത്തേലും കൊണ്ടേ കൊടുത്താ അത് എത്താ പറയുന്നത് എന്ന് മനസ്സിലായി കിട്ടും. എന്താ മോളെ പറഞ്ഞത്? പേടിക്കാനൊന്നുമില്ല. നിങ്ങളെ മോക്ക് ഫുൾ A+ ആണ്. അതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് HM വിളിച്ചത്. ശരി. ഓ, ഞാൻ ആകെ അങ്ങോട്ട് പേടിച്ച്. എനിക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാനും കഴിയുന്നില്ല ഇംഗ്ലീഷിൽ. അല്ല, മോൾ ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? താത്ത, ഞാൻ LLB ആണ് പഠിച്ചത്. ഞാനിപ്പോ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. LLB-യോ? മോളെ, ഈ LLB എന്ന് പറഞ്ഞാല് വക്കീൽ വിഭാഗല്ലേ? അതെ, വക്കീൽ തന്നെ. എന്നാലേ താത്ത അങ്ങോട്ട് പോട്ടെ. ഏതായാലും ഇപ്പൊ മോളെ LLB ആണെന്ന് ഇവിടെ മോളെ കുറ്റപ്പെടുത്തിയവർക്കൊക്കെ ഒരു ഷോക്ക് ആവുമല്ലോ. അല്ല, ഈ ശരിക്കും വക്കീലാണോ? ഇനി നിങ്ങൾക്ക് സംശയം ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളെ മോനോടൊന്ന് ചോദിച്ചു നോക്കി.